മെഡിക്കൽ ടേംസ് മെയ്ഡ് ഈസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ യൂറിനറി സിസ്റ്റത്തിലെ രണ്ടാമത്തെ വീഡിയോ കിഡ്നിയുടെ അനാറ്റമിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ കിഡ്നീസ് രണ്ട് ബീൻ ഷേപ്ഡ് ഓർഗൻസ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഒരു പയറുമണിയുടെ ആകൃതിയിലുള്ള അതാണ് നമ്മൾ ബീൻ ഷേപ്ഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഓർഗൻസ് ആണ്, രണ്ട് ഓർഗൻസ്, റൈറ്റും ലെഫ്റ്റും അല്ലെ, റൈറ്റ് കിഡ്നി ആൻഡ് ലെഫ്റ്റ് കിഡ്നി. സോ ഇവരുടെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ അബ്ഡോമിനൽ ക്യാവിറ്റിയുടെ പുറകിൽ, അതായത് നമുക്കറിയാലോ അബ്ഡോമിനൽ ഓർഗൻസ് എല്ലാം കവർ ചെയ്തിരിക്കുന്നത് പെരിറ്റോണിയം എന്ന് പറയുന്ന ഒരു മെംബ്രെയിൻ കൊണ്ടാണ്. സോ ഈ അബ്ഡോമിനൽ ഓർഗൻസ് ലൈക്ക് ഇപ്പോൾ സ്റ്റൊമക്കും ലിവറും സ്പ്ലീൻ അങ്ങനെയുള്ള ഇൻറ്റെസ്റ്റൈൻസ് ഇതുപോലുള്ള ഓർഗൻസൊക്കെ പെരിറ്റോണിയം കൊണ്ട് ഫുള്ളി കവേർഡ് ആണ്. സോ ആ പെരിറ്റോണിയത്തിൻ്റെയും പുറകിലായിട്ട്, ഓക്കെ, ഈ പറഞ്ഞ ഓർഗൻസിൻ്റെയും അവരെ കവർ ചെയ്യുന്ന ഫുള്ളായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പെരിറ്റോണിയത്തിനും പുറകിലായിട്ടാണ്, അതായത് നമ്മൾ എന്താ പറയുക, അബ്ഡോമിൻ്റെ ഏറ്റവും ഡീപ്പസ്റ്റ് ഏരിയയിൽ, ഓക്കെ, അവിടെയാണ് കിഡ്നികളുടെ സ്ഥാനം. അതായത് നമ്മുടെ സ്പൈൻ അല്ലെങ്കിൽ നമ്മുടെ വെർട്ടിബിൾ കോളത്തിൻ്റെ മുന്നിലും ഇരുവശത്തുമായിട്ട്. ഓക്കെ, സോ നമ്മൾ അബ്ഡോമിനൽ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ കിഡ്നീസ് ഒത്തിരി ബാക്കിലാണ്, ഓക്കെ, ഒത്തിരി ഡീപ്പാണ്. സോ നമ്മൾ പുറകിൽ നിന്ന് അപ്രോച്ച് ചെയ്യുന്നതാണ് എപ്പോഴും കുറേ കൂടെ അടുത്ത് എന്ന് പറയാം. അതായത് നമ്മുടെ സ്പൈനിൻ്റെ വെർട്ടിബിൾ കോളം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു മിഡ് ലൈൻ സ്ട്രക്ചറാണ് അല്ലേ, ഫ്രം സെർവൈക്കൽ വെർട്ടിബ്രേ തൊട്ട് താഴെ നമ്മുടെ കോക്സിക്സ് വരെ മിഡ് ലൈനിൽ പോകുന്നു. സോ ഈ വെർട്ടിബിൾ കോളത്തിൻ്റെ മുന്നിലായിട്ട്, മുന്നിൽ എക്സാക്ട്ലി മുന്നിലല്ല, ഓൺ ഐതർ സൈഡ്, മുന്നിലും ഇരുവശത്തുമായിട്ട്. ഓക്കെ, സോ അവിടെയാണ് ഇവരുടെ ലൊക്കേഷൻ. ഇനി വെർട്ടിബിൾ കോളത്തിൻ്റെ ഒരു ഏത് സെഗ്മെൻ്റ് ആണെന്ന് ചോദിച്ചാൽ നമ്മുടെ ലാസ്റ്റ് തൊറാസിക് വെർട്ടിബ്ര, അതായത് T12 തൊട്ട് ഒരു തേർഡ് ലംബാർ വെർട്ടിബ്ര വരെ. ഓക്കെ, T12 to L3. ഓക്കെ, T12 then L1 then L2 L3. ഇത്രയും ആ ഒരു സ്പൈനിൻ്റെ ഈ ഒരു സെഗ്മെൻറ്റിൻ്റെ ഇരുവശത്തും, മുന്നിലും ഇരുവശത്തുമായിട്ടാണ് കിഡ്നികളുടെ സ്ഥാനം. പിന്നെ ശരിക്കും പറഞ്ഞാൽ ലെഫ്റ്റ് കിഡ്നിയേക്കാളും കുറച്ചുകൂടി താഴെയാണ് റൈറ്റ് കിഡ്നിയുടെ സ്ഥാനം. കാരണം റൈറ്റ് കിഡ്നി വരുന്ന ലിവറിൻ്റെ അടിയിലും കൂടെ ആയതുകൊണ്ട്, ലിവറിൻ്റെയും കൂടെ ആ ഒരു അത്രയും വലിയൊരു ഓർഗൻ ആ ഒരു റൈറ്റ് സൈഡിൽ ഉള്ളത് കൊണ്ട് റൈറ്റ് കിഡ്നി കുറച്ചുകൂടി താഴെയാണ് ലെഫ്റ്റ് കിഡ്നിക്കാളും. ഓക്കെ, ലെഫ്റ്റ് കിഡ്നിയുടെയാണ് എക്സാക്ട്ലി നമ്മൾ പറയുന്ന ഈ T12 എന്ന് പറയുന്നത് തൊറാസിക് വെർട്ടിബ്ര. ഓക്കെ, സോ അവിടെയാണ് ഇവരുടെ രണ്ടുപേരുടെയും ലൊക്കേഷൻ. റിട്രോ പെരിറ്റോണിയൽ എന്നാണ് ഇവരെ വിളിക്കുന്നത് തന്നെ. കാരണം ഇപ്പോൾ നമ്മൾ സപ്പോസ് നമ്മളിപ്പോൾ സ്റ്റൊമക്കിനെ പറ്റി പറയുകയാണെങ്കിൽ സ്റ്റൊമക്ക് ഇൻട്രാ പെരിറ്റോണിയൽ ക്യാവിറ്റിയുടെ അകത്താണ്. ബട്ട് കിഡ്നീസ് എപ്പോഴും പെരിറ്റോണിയൽ ക്യാവിറ്റിയുടെയും ബാക്കിലായിട്ട്, പെരിറ്റോണിയൽ ക്യാവിറ്റിക്ക് വെളിയിലാണ് ഉള്ളത്, ബാക്കിലാണ്. സോ റിട്രോ പെരിറ്റോണിയൽ എന്നാണ് ഇവരെ നമ്മളെപ്പോഴും വിളിക്കുക. റിട്രോ മീനിങ് ബിഹൈൻഡ് ദ പെരിറ്റോണിയൽ. ഓക്കെ, പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ഓരോ കിഡ്നിയുടെ മുകളിൽ ഒരു അഡ്രീനൽ ഓർ സുപ്രാറീനൽ ഗ്ലാൻഡ് ഉണ്ട്. ഇവിടെ ഇപ്പോൾ ഞാൻ വരച്ചിരിക്കുന്നത് ലെഫ്റ്റ് കിഡ്നിയാണ്. സോ ദാറ്റ് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത് ലെഫ്റ്റ് സുപ്രാറീനൽ ഗ്ലാൻഡ് എന്നാണ്. ഓക്കെ, സോ ഇത്രയുമാണ് കിഡ്നിയുടെ ഒരു ലൊക്കേഷനും ഒരു ഓവറോൾ കാര്യങ്ങളെല്ലാം. ഇനി നമുക്ക് കിഡ്നിയുടെ ഓരോരോ പാർട്സ് ആയിട്ട് പഠിക്കാം. സോ കിഡ്നിയുടെ പ്രധാന ഭാഗങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അതിനെ ഏറ്റവും പുറത്തുള്ള ഒരു കട്ടിയുള്ള ഒരു ഭാഗം എന്നുള്ള നിലയിൽ കോർട്ടെക്സ് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്, റീനൽ കോർട്ടെക്സ്. ഓക്കെ, മിക്ക ഓർഗൻസിനും ഉണ്ട് ഈ ഒരു കൺസെപ്റ്റ്, ഇങ്ങനെ ഒരു കൺസെപ്റ്റ്. അതായത് ഒരു ഔട്ടർ തിക്കായിട്ടുള്ള കോർട്ടെക്സും അകത്ത് കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള മെഡുല്ലയും. ഇന്നർ മെഡുല്ല സോഫ്റ്റ് മെഡുല്ല, പിന്നെ ഔട്ടർ തിക്ക് കോർട്ടെക്സ്. അപ്പോൾ അതുപോലെയാണ് കിഡ്നിക്കും. കിഡ്നിയുടെയും ഒരു പ്രധാന ഏരിയാസ് എന്ന് പറയുന്നത് ഏറ്റവും പുറമേ കാണുന്ന കോർട്ടെക്സും ഞാൻ ഈ ഗ്രീനിഷ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്, ഓക്കെ, ഏറ്റവും പെരിഫറിയിൽ വരുന്നത്, ഉള്ളിലുള്ളത് മെഡുല്ലയുമാണ്. ഓക്കെ, ശരിക്കും കിഡ്നിയെ കവർ ചെയ്യുന്ന ഈ കോർട്ടെക്സ് മെഡുല്ലയായിട്ടൊക്കെ വരുന്ന കിഡ്നിയുടെ ഏറ്റവും പുറമേ ഒരു ക്യാപ്സ്യൂളുണ്ട്, ഒരു റീനൽ ക്യാപ്സ്യൂൾ എന്ന് പറയും. ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കവറിങ് ഉണ്ട് പ്രൊട്ടക്റ്റ് ചെയ്യാൻ. പിന്നെ അതുകൂടാതെ കിഡ്നിയുടെ ചുറ്റും ഈ പറഞ്ഞ കിഡ്നിയുടെ ക്യാപ്സ്യൂളിനും ഒക്കെ വെളിയിൽ കിഡ്നിക്ക് പുറത്തായിട്ട് ഒരു ഫാറ്റിൻ്റെ ഒരു തിക്കായിട്ടുള്ള ഒരു ഏരിയയുമുണ്ട്. റീനൽ എന്താ പറയുക, ഒരു റീനൽ ഫാറ്റ് എന്ന് പറയും നമ്മളതിന്. സോ അതിനൊന്നുകൂടി ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ റീനൽ ഫാറ്റ് ഉണ്ട്. പിന്നെ ഓരോ കിഡ്നിക്കും
സ്വന്തമായിട്ടൊരു റീനൽ ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞൊരു കവറിങ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഈ പറഞ്ഞ കോർട്ടിക്സ്, ഉള്ളിൽ പിന്നെ മെഡുല്ല. ഓക്കെ, ഏറ്റവും ഇന്നർ ആസ്പെക്റ്റ് ആണ് മെഡുല്ല എന്ന് പറയുന്നത്. പിന്നെ റീനൽ ആർട്ടറി, റീനൽ വെയിൻ, ഇവർ രണ്ടുപേരുമാണ് കിഡ്നിക്ക് സപ്ലൈ ചെയ്യുന്ന പ്രധാന ബ്ലഡ് വെസൽസ് എന്ന് പറയും. ഓക്കെ, റീനൽ ആർട്ടറിയും റീനൽ വെയിനും. ഓക്കെ, റീനൽ ആർട്ടറി എന്ന് പറയുന്നത് അയോട്ടയുടെ, നമുക്ക് ഏതാണ്ട് ഇവിടെയായിട്ട് രണ്ട് പ്രധാന ബ്ലഡ് വെസൽസ് വരുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ ഒരു കിഡ്നി ഇവിടെ കാണിച്ചിട്ടുള്ളൂ, ഇപ്പുറത്ത് റൈറ്റ് കിഡ്നിയും കൂടെ ഉണ്ടെന്ന് നിങ്ങൾക്ക് സങ്കല്പിക്കുകയാണെങ്കിൽ ഇവരുടെ രണ്ടുപേരുടെയും നടുക്ക് കൂടി പോകുന്ന ഏറ്റവും പ്രധാന രണ്ട് ബ്ലഡ് വെസൽസ് ആണ് അബ്ഡോമിനൽ അയോട്ട. അയോട്ട ഉണ്ട് നടുക്ക്, അബ്ഡോമിനൽ അയോട്ട ഡയഫ്രത്തിന് താഴെ ഇങ്ങനെ മിഡ് ലൈനിൽ, അവർ ശരിക്കും വെർട്ടിബ്രൽ കോളത്തിൻ്റെ തൊട്ട് മുന്നിലാണ് അയോട്ട. പിന്നെ അതുപോലെ വീന ക്യാവ, ഇൻഫീരിയർ വീന ക്യാവ. ഈ രണ്ട് ബ്ലഡ് വെസൽസ് ആണ് നമ്മൾ രണ്ട് കിഡ്നിയുടെയും നടുക്കായിട്ട് വെർട്ടിബ്രൽ കോളത്തിൻ്റെ നേരെ മുന്നിൽ പോകുന്ന വെസൽസ്. ഓക്കെ, അയോട്ട, അബ്ഡോമിനൽ അയോട്ട ആൻഡ് ഇൻഫീരിയർ വീന ക്യാവ. അബ്ഡോമിനൽ അയോട്ട വിൽ ബി ക്യാരിയിങ് ബ്ലഡ് ഡൗൺവേർഡ് ആൻഡ് ദറ്റ് മീൻസ് എവേ ഫ്രം ഹാർട്ട്. വീന ക്യാവയിൽ മുകളിലേക്കാണ്. ഓക്കെ, റൈറ്റ് ഏട്രിയത്തിലേക്ക് ജോയിൻ ചെയ്യുന്ന ബ്ലഡാണ് വീന ക്യാവയിൽ പോകുന്നത്. സോ ഇവരുടെ ബ്രാഞ്ചസ് ആണ് റീനൽ ആർട്ടറി ആൻഡ് റീനൽ വെയിൻ. റീനൽ ആർട്ടറി അബ്ഡോമിനൽ അയോട്ട ഡയറക്റ്റ് ബ്രാഞ്ചാണ്. ഓക്കെ, അബ്ഡോമിനൽ അയോട്ടയിൽ നിന്ന് രണ്ട് ആർട്ടറീസ് വരുന്നു, റൈറ്റ് റീനൽ ആർട്ടറി ടു ദ റൈറ്റ് കിഡ്നി ആൻഡ് ദിസ് ഇസ് ടു ദ ലെഫ്റ്റ് കിഡ്നി, ലെഫ്റ്റ് റീനൽ ആർട്ടറി. ഓക്കെ, അപ്പോൾ അങ്ങനെ അയോട്ടയിൽ നിന്നാണ് റീനൽ ആർട്ടറിയുടെ ഒറിജിൻ ആൻഡ് ദ റീനൽ വെയിൻ വിൽ ബി ജോയിനിങ് ദ ഇൻഫീരിയർ വെന കാവ. അല്ലേ, കിഡ്നിയിലേക്ക് ബ്ലഡ് കൊണ്ടുപോകുന്നത് റീനൽ ആർട്ടറിയാണ്. അയോട്ടയിൽ നിന്ന് റീനൽ ആർട്ടറി കിഡ്നിയിലേക്ക് ബ്ലഡ് കൊണ്ടുപോകുന്നു. നേരെ മറിച്ച് കിഡ്നിയിലുള്ള ആ ഒരു ഇംപ്യൂർ ബ്ലഡ് തിരിച്ച് വീന ക്യാവയിലേക്ക് കൊണ്ടുപോകുന്നത് റീനൽ വെയിനാണ്. ഇവർ രണ്ടുപേരുമാണ് കിഡ്നിക്ക് സപ്ലൈ ചെയ്യുന്ന ആർട്ടറിയും വെയിനും. പിന്നെ അതുകൂടാതെ നമുക്കറിയാം യുറേറ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് കിഡ്നിയിൽ നിന്നാണ്. യു ക്യാൻ സീ ദ യുറേറ്റർ ഓൾസോ. സോ ഈ മെയിൻലി ഈ മൂന്ന് സ്ട്രക്ചേഴ്സും, അതായത് രണ്ട് ബ്ലഡ് വെസൽസ്, റീനൽ ആർട്ടറി ആൻഡ് റീനൽ വെയിൻ ആസ് വെൽ ആസ് യുറേറ്റർ. കിഡ്നി ഓൾറെഡി ഒരു ബീൻ ഷേപ്പിലുള്ള ഒരു ഓർഗനാണ്. സോ നമുക്കിവിടെ ഒരു കുഴി പോലെ ഒരു ഏരിയ കാണാം അല്ലേ, ഈ ഒരു ഏരിയ കുറച്ച് കുഴിഞ്ഞല്ലേ ഇരിക്കുന്നത്. അവിടെ കൂടിയാണ് യുറേറ്ററും അതുപോലെ റീനൽ ആർട്ടറി, റീനൽ വെയിനും ഒക്കെ കടന്നു പോകുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഏരിയയ്ക്ക് ഒരു പേര് വിളിക്കും ഹൈലം എന്ന് പറയും. ഹൈലം, റീനൽ ഹൈലം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എ ഡിപ്രഷൻ, ആ ഒരു മിഡ് ലൈൻ ഏരിയയിൽ അല്ലെങ്കിൽ മീഡിയൽ ആസ്പെക്ട് ഓഫ് ദ കിഡ്നിയുടെ അവിടെ ഉള്ള ഒരു ചെറിയ ഡിപ്രഷനാണ് ത്രൂ വിച്ച് ദ ureter and the renal vein will be coming out, renal artery അകത്തേക്ക് കയറുന്നു. അപ്പം അങ്ങനെ സ്ട്രക്ചേഴ്സിന് കിഡ്നിയിലേക്ക് കടക്കാനും പുറത്തേക്ക് വരാനും ഉള്ള ആ ഒരു ഡിപ്രസ്ഡ് ഏരിയ ആണ് നമ്മൾ റീനൽ ഹൈലം, കിഡ്നിയുടെ ഹൈലം എന്ന് പറയുന്നത്. ഓക്കെ, സോ ലങ്സിനും ഉണ്ട് ഹൈലം, അതായത് ഒരു ഒരു ഓർഗനിലേക്ക് സ്ട്രക്ചേഴ്സ്, ബ്ലഡ് വെസൽസും നർസും ഒക്കെ കടന്നു പോകുന്ന ആ ഒരു ഏരിയ. ഓക്കെ, അതിനെയാണ് നമ്മൾ ഹൈലം എന്ന് പൊതുവെ പറയുന്നത്. സോ ദിസ് ഇസ് ദ റീനൽ ഹൈലം. ഓക്കെ, ഇനി നമുക്ക് ഈ അകത്തുള്ള കാര്യങ്ങളെ കൂടി ഒന്നുകൂടി ഡിസ്കസ് ചെയ്യാം. സോ കോർട്ടെക്സിനെ പറ്റി ഓൾറെഡി പറഞ്ഞു, ദാറ്റ് ഔട്ടർ മോസ്റ്റ് തിക്ക് ഏരിയ ഇസ് കോൾഡ് ദ റീനൽ കോർട്ടെക്സ്. അതിനകത്താണ് ഈ മെഡുല്ല എന്ന് പറയുന്ന ഭാഗം വരുന്നത്. മെഡുല്ല എന്ന് പറയുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ഏരിയ ആണ്. സോ ഈ മെഡുല്ലയിൽ ശരിക്കും ഉള്ളത് നമ്മളിവിടെ കാണാം, കണ്ടോ, പിരമിഡ്സ് എന്നാണ് ഇവരെ വിളിക്കുക നമ്മൾ, റീനൽ പിരമിഡ്സ്. ഇങ്ങനെ പിരമിഡ്സിൻ്റെ ആ ഒരു കുറച്ച് എന്താ പറയുക വൈഡർ എൻഡ് ഈ പുറത്തേക്കായിട്ട്, അതിൻ്റെ ഒരു കുറച്ച് വീതി കുറഞ്ഞ നാരോ പാർട്ട് കുറച്ച് ടുവേർഡ്സ് ദ സെൻറ്റർ, കിഡ്നിയുടെ സെൻറ്ററിലേക്കും അങ്ങനെ ഫോം ചെയ്തിട്ടുള്ളതാണ് നമ്മൾ ഈ പിരമിഡുകൾ എന്ന് പറയും. ദീസ് ആർ ദ റീനൽ പിരമിഡ്സ്. ഈ പിരമിഡ്സ് എന്താണ് അതിൻ്റെ കണ്ടന്റ് എന്ന് വെച്ചാൽ നമുക്കറിയില്ല, കോർട്ടെക്സിലാണ് മെയിൻലി യൂറിൻ ഫോർമേഷൻ്റെ കുറേ ഭാഗങ്ങളൊക്കെ വരിക. ഓക്കെ, അപ്പോൾ അവരുടെ തന്നെ ആ റീനൽ ട്യൂബ്യൂൾ എന്നൊക്കെ പറയും. റീനൽ ട്യൂബ്യൂളിൻ്റെ പ്രധാന ഭാഗങ്ങളൊക്കെ കോർട്ടെക്സിലാണുള്ളത്. ഓക്കെ, സ്പ്രെഡ് ഓൾ ഓവർ ദ കോർട്ടെക്സ്. പക്ഷേ അതിൻ്റെ തന്നെ ചില ഭാഗങ്ങൾ നമ്മൾ ഇനി പഠിക്കാം, നമുക്കതൊക്കെ ലൂപ്പ് ഓഫ് ഹെൻലി എന്നൊക്കെ പറയും, കളക്റ്റിംഗ് ട്യൂബ്യൂൾ, അവരൊക്കെ കടന്നു പോകുന്നത് ഈ പിരമിഡ്സ്, മെഡുല്ല വഴി പിരമിഡ്സിൽ കൂടിയാണ്. സോ ഈ ഓരോ പിരമിഡിനും ഒരു പാപ്പില എന്ന് പറഞ്ഞിട്ടൊരു ഓപ്പണിംഗ് ഉണ്ടാവും. ഓക്കെ, ആ ഓപ്പണിംഗ് ആണ് ഇങ്ങോട്ട് ഓരോ പിരമിഡിൽ കൂടി വരുന്ന യൂറിനെ ഫനലി പെൽവിസ്. നമ്മൾ ഈ ഒരു ഏരിയയ്ക്കാണ് കിഡ്നിയുടെ പെൽവിസ് എന്ന് പറയും. കണ്ടോ, കിഡ്നിയുടെ പെൽവിസ്, നമ്മുടെ ബോഡിയുടെ പെൽവിസ് എന്ന് വെച്ചാൽ നമുക്കറിയാലോ, ഹിപ്പ് ബോണിനെ നമ്മൾ പെൽവിസ് എന്ന് വിളിക്കും. അത് ബോഡിയുടെ പെൽവിസ് ആണ്.
ബട്ട് കിഡ്നിയുടെ പെൽവിസ് എന്ന് നമ്മൾ എപ്പോഴും പറയുന്നത് കണ്ടോ, ഈ പിരമിഡ്സിൽ കൂടി യൂറിൻ വന്ന് കളക്ട് ചെയ്യുന്ന ഒരു വേക്കൻറ്റ്, ഒരു ഹോളോ ഏരിയ ഉണ്ട് കിഡ്നിയുടെ നടുക്ക്. ഓക്കെ, അതാണ് പിന്നീട് നാരോ ചെയ്ത് യുറേറ്റർ ആയിട്ട് മാറുന്നത്. ഒരു യുറേറ്ററിൻ്റെ ഒരു ഹെഡ് എൻഡ് എന്ന് പറയാം, കുറച്ച് വീതി കൂടിയ ഒരു ഭാഗം. ഇതിനെയാണ് നമ്മൾ റീനൽ പെൽവിസ് എന്ന് പറയാം. സോ ഈ പിരമിഡ്സ് വഴി അവിടുന്ന് ഉണ്ടായി വരുന്ന കോർട്ടിക്സിലും മെഡുല്ലയിലും ഉണ്ടായി പിരമിഡുകൾ വഴി, പിരമിഡുകൾ തുറക്കുന്നത് പാപ്പില്ല എന്ന് പറയും, അവരുടെ ഓപ്പണിങ്ങിനെയാണ് നമ്മൾ പാപ്പില്ല എന്ന് പറയും. സോ ഈ പാപ്പിലകൾ വഴിയാണ് ഫൈനലി പെൽവിസിലേക്ക് യൂറിൻ വരുന്നത്. എന്നിട്ട് അവിടുന്ന് പെൽവിസിൽ നിന്ന് പിന്നീട് യുറേറ്ററിലേക്ക് യൂറിൻ ഒഴുകുന്നു. സോ ഈ ഓരോ പിരമിഡിൻ്റെയും അറ്റം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പാപ്പില പോലെയാണ്. പാപ്പില മീൻസ് എ സ്മോൾ ഓപ്പണിങ് ദർ. ഓക്കെ, അപ്പോൾ അങ്ങനെ പാപ്പില വഴി പെൽവിസിലെത്തുന്നു, പെൽവിസിൽ നിന്ന് യുറേറ്ററിലേക്ക് ഒഴുകുന്നു. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഈ പെൽവിസിന് ചില ബ്രാഞ്ചസ് ഉണ്ട്. പെൽവിസ് ഒരു എന്താ പറയുക, ഇങ്ങനെ ബ്രാഞ്ച്ഡ് ഔട്ട് ആയിട്ടാണ് കാണുന്നത്. അപ്പം തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം, കണ്ടോ, ഈ ചെറിയ 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 ബ്രാഞ്ചുകൾ. ഓക്കെ, ആ ബ്രാഞ്ചുകളിലേക്കാണ് ഈ പിരമിഡുകളുടെ പാപ്പില വന്ന് തുറക്കുന്നത്. ഓക്കെ, അവരെയാണ് നമ്മൾ കാലിക്സ് എന്ന് വിളിക്കും. കണ്ടോ, റീനൽ കാലിക്സ്. ഓക്കെ, സോ ദിസ് ഇസ് എ റീനൽ ക്യാപ്സ്യൂൾ, നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞ കവറിങ് ക്യാപ്സ്യൂൾ. ദെൻ ദിസ് ഇസ് ദ കോർട്ടെക്സ്, ഈ ഗ്രീനിഷ് ആയിട്ട് കാണിച്ചിരിക്കുന്നത് കോർട്ടെക്സ്. ആൻഡ് these are the renal medulla and the pyramids, medullary pyramids. ആൻഡ് ഇതാണ് ഞാൻ കാലിക്സ് എന്ന്. സോ പെൽവിസ് എന്ന് പറയുന്ന ഈ ഹോൾ ഏരിയ, പെൽവിസിൻ്റെ ഓരോരോ കുഞ്ഞു കുഞ്ഞു ബ്രാഞ്ചുകളെയാണ് നമ്മൾ കാലിക്സ് എന്ന് പറയുക. കാലിക്സ് ആക്ച്വലി ഞാൻ ഈ വരച്ചിരിക്കുന്ന കുറച്ചേ ഉള്ളൂ, ബട്ട് ശരിക്കും പറഞ്ഞാൽ ചെറിയ ചെറിയ മൈനർ കാലിസസ് ഉണ്ടാവും, പിന്നീട് അവർ ചേർന്നിട്ടാണ് മേജർ കാലിസസ് വരിക. ആൻഡ് മേജർ കാലിസസ് വിൽ ബി ഫൈനലി ജോയിനിങ് ദ പെൽവിസ്. ഓക്കെ, സോ പെൽവിസിൻ്റെ ഈ കപ്പ് ഷേപ്ഡ് എന്നാണ് പൊതുവെ പറയുക. കപ്പ് ഷേപ്ഡ് ബ്രാഞ്ചസ് ആർ കോൾഡ് ദ കാലിസസ്. പ്ലൂറൽ വരുമ്പോൾ കാലിസസ് എന്ന് പറയും. ഓക്കെ, അപ്പം അങ്ങനെ കോർട്ടെക്സിലും മെഡുല്ലയിലും ഉണ്ടാകുന്ന യൂറിൻ വന്ന് പിരമിഡുകൾ വഴി വന്ന് കളക്ട് ചെയ്ത് ഫൈനലി യുറേറ്ററിലേക്ക് ഒഴുകുന്നു. അപ്പോൾ ആ കളക്ട് ചെയ്ത് കിടക്കുന്ന ആ ഒരു സെൻട്രൽ വേക്കൻറ്റ് ഹോളോ ഏരിയയ്ക്കാണ് നമ്മൾ പെൽവിസ് എന്ന് പറയാം. ഓക്കെ, ഇപ്പോൾ കിഡ്നിയുടെ ബാക്കി ഭാഗമൊന്നും വേക്കൻറ്റ് ഹോളോ അല്ലല്ലോ, ദേ ആർ ഹാവിങ് സോളിഡ് ടിഷ്യൂസ്. ബട്ട് ഈ ഏരിയ ശരിക്കും യൂറിൻ കളക്ട് ചെയ്യാനുള്ള ഒരു ഏരിയ ആണ്. ഓക്കെ, അപ്പോൾ അതാണ് പെൽവിസ്. പെൽവിസ് വിൽ ബി ഫൈനലി നാരോയിങ് ഡൗൺ ആസ് യുറേറ്റർ. ഓക്കെ, ഇത്രയൊക്കെയാണ് നമുക്കിപ്പോൾ ഒരു ഗ്രോസ് അനാറ്റമി ആയിട്ട് പറയാനുള്ളത്. മാക്രോസ്കോപ്പിക്. ഇനി നമ്മൾ കിഡ്നി ഫങ്ഷൻസ് പഠിക്കുമ്പോൾ നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ്, വാട്ട് ഈസ് ആക്ച്വലി ഹാപ്പനിങ് ഇൻ കോർട്ടെക്സ്, യൂറിൻ ഫോർമേഷൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് അത് പറഞ്ഞുതരാം. ഇത്രയുമാണ് പ്രധാന ടോപ്പിക്സ് അണ്ടർ ഒരു ഗ്രോസ് അനാറ്റമി, മാക്രോസ്കോപ്പിക് അനാറ്റമി ഓഫ് ദ കിഡ്നി. പ്രധാനമായിട്ടും അഡ്രിനൽ ഗ്ലാൻഡ് ഓൺ ദ ടോപ്പ്, പിന്നെ കോർട്ടെക്സ്, മെഡുല്ല, മെഡുല്ലറി പിരമിഡ്സ്, ദ പെൽവിസ് ആൻഡ് ദ ബ്രാഞ്ചസ് കോൾഡ് കാലിസസ്, പിന്നെ ഹൈലം ആൻഡ് ദ ടു ബ്ലഡ് വെസൽസ്, റീനൽ ആർട്ടറി ആൻഡ് റീനൽ വെയിൻ. റീനൽ ആർട്ടറി, റീനൽ വെയിൻ, യുറേറ്റർ, ഇവർ കടന്നു പോകുന്ന ആ ഒരു ഡിപ്രസ്ഡ് ഏരിയ, കിഡ്നിയുടെ ഒരു മീഡിയൽ ബോർഡർ, അതിനെയാണ് നമ്മൾ ഹൈലം എന്ന് പറയുന്നത്. ആൻഡ് ദ ലൊക്കേഷൻ ഓഫ് ദ കിഡ്നി റിട്രോപെരിറ്റോണിയൽ ആണ്. T12 to L3 ആണ് അതിൻ്റെ ഒരു സ്പൈനിൻ്റെ സെഗ്മെൻറ്റ് വരുന്നത്. കിഡ്നിയുടെ ആ ഒരു ലെവലിൽ വരുന്ന സ്പൈൻ സെഗ്മെൻറ്റ് T12 to L3. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് കിഡ്നിയുടെ ഒരു ഗ്രോസ് അനാറ്റമി. സോ അടുത്തൊരു വീഡിയോയിൽ നമുക്കിനി യുറേറ്റർ, ബ്ലാഡർ, യുറേത്ര ഒക്കെ പരിചയപ്പെടാം. ദെൻ നമുക്ക് കിഡ്നിയുടെ ഫങ്ഷൻസിൽ പറ്റി അന്നേരം നമുക്ക് കുറച്ചുകൂടി മൈക്രോ അനാറ്റമിയും കൂടെ ഡിസ്കസ് ചെയ്യാം. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.